ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്സ്. അപ്പോൾ ഞാനും കാശിക്കൂട്ടനും നേരെ സ്റ്റാർ ഫ്രൂട്ട്സ് പഠിക്കാൻ വേണ്ടി പോയി. കാശിക്കൂട്ടൻ്റെ സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. സ്റ്റാർ ഫ്രൂട്ട്സ് പഠിക്കാനൊക്കെ അവനൊരു ചെറിയൊരു സന്തോഷമാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റാർ ഫ്രൂട്ട്സ് മരമുണ്ട്. അപ്പോൾ നേരെ നമ്മൾ പോയി. അപ്പോൾ ഒരു 10-20 സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ കുറച്ച് പഴുത്ത മഞ്ഞ പോലുള്ളതൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ ഇത്രയും സ്റ്റാർ ഫ്രൂട്ട്സ് ആകുന്നുണ്ട് നമ്മൾ പറിച്ചെടുത്തൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ ഇത്രയും യൂസ് ആക്കുന്നില്ല. ഒരു 3-4 എടുത്തിട്ട് നമ്മൾ നല്ല വൃത്തി കഴുകിയിട്ട് നല്ല വൃത്തി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, നല്ല സ്റ്റാർ പോലെ തന്നെ ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ഇതിനെ സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങളവിടെയൊക്കെ ഇതിൻ്റെ പേര് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എന്ന്. അപ്പോൾ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർ ഫ്രൂട്ട്സ് ഒരു 3-4 നല്ല കഴുകിയെടുത്ത് നല്ല മുറിച്ചെടുത്ത് എന്നിട്ട് അതൊക്കെ എടുത്ത് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. മിക്സി ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനായി ജ്യൂസ് അടിക്കാൻ ആവശ്യമായ പഞ്ചസാര, ഞാൻ ഇവിടെ 3 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റാർ ഫ്രൂട്ട്സിന് പൊതുവേ ഒരു പുളി രുചിയും എന്താ പറയുക അങ്ങനെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം, ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സിയിലിട്ട് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു അരിപ്പ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കിത് അരിച്ചെടുക്കാം. നല്ല അടിപൊളി സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലർക്ക് ഇതിൻ്റെ എന്താ പറയുക ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എന്നാലും ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടി കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.